യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ലോറിക്കാരെ എപ്പോഴത്തെ ട്രാക്കിലേക്ക് കയറൂ, ആ ട്രാക്ക് പിടിക്കില്ല. കണ്ട കാർ ഇതിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ വളരെ അപകടം. ഇടത്ത് സൈഡിൽ കൂടി ഒന്ന് ഓവർടേക്ക് ചെയ്യല്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. അതൊക്കെ ലോറിക്കാരൻ ചെയ്ത ഒരു പ്രശ്നം കൊണ്ടാട്ടോ. ഇതാണ് ശരിയായ വഴി. ഫസ്റ്റ് ട്രാക്ക് കൂടിയാണ് വലിയ വാഹനങ്ങൾ പോകേണ്ടത്. സെക്കൻഡ് ട്രാക്ക് വരൻ്റെ നടുക്ക് കൂടിയാണ് പോകുന്നത്. സാറില്ല അതൊക്കെ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് നമ്മുടെ വെങ്ങളം സൈഡിലായിട്ടുള്ളത്. വെങ്ങളം സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ നമ്മുടെ ലൈറ്റ് കത്തിയ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നാട്ടോ. അപ്പം ഞാൻ തൊണ്ടയാട് ഹൈലൈറ്റ് മാളിൽ അവിടെ നിന്ന് എവിടെ വരെ ലൈറ്റ് കത്തി നോക്കാൻ വേണ്ടി വന്ന് വെങ്ങലത്തെത്തി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ട് തൊണ്ടയാട് വരെയുള്ള കാഴ്ചകൾ കണ്ട് കാണിച്ചു തരാം. രാത്രിയിലെ അതിമനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കണ്ട് ചെയ്താളി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കാണുന്നതാണ് വെങ്ങളം ഫ്ലൈ ഓവർ. വെങ്ങളം ഫ്ലൈ ഓവർ കഴിഞ്ഞ പാടാണ് നമ്മുടെ ക്യാമ്സിൻ്റെ റീച്ച് അവസാനിക്കുന്നത് കേട്ടോ. ആ അവസാനിക്കുന്നിടത്ത് മുതൽ ലൈറ്റ് കത്തിച്ചു വിട്ടു നമ്മുടെ ക്യാമ്സി. എന്തായാലും കാഴ്ച പകല് പോലെ തിളങ്ങി നിൽക്കുന്നു നമ്മുടെ ആറുവരിപ്പാത. അതുപോലെ സർവീസ് റോഡും പകല് പോലെ ഉഷാറ്. രാത്രിയിലൊക്കെ ഒറ്റക്ക് നടക്കാനൊക്കെ ഉണ്ടല്ലോ, ഒരു പേടിക്കണം കേട്ടോ, അത്രയും വെളിച്ചമാണ്. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ ക്രാഷ്ബറി അതിനകത്ത് റൈറ്റൊന്നുമില്ല. അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ലൈറ്റ് അടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇതിലെ പോകുന്നവർക്ക് അറിയാം, അത് കണ്ണിലേക്ക് അടിക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് ഊരാളുങ്കൽ അവിടെ അടിപൊളി വർക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കാസർഗോഡ്. ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ക്രാഷ്ബരിയിൽ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചാലും അത് ഫീൽ ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ 650 കിലോമീറ്റർ ദൂരത്തിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആ ദൂരത്തിൽ മൊത്തത്തിൽ ലൈറ്റ് ഇങ്ങനെ കത്താറുണ്ടെങ്കിൽ എന്തോ ഒരു കറണ്ട് ചിലവാവില്ലേ. KSEB നിന്ന് എടുക്കുന്ന കറണ്ടാണ് അല്ലേ, അതിലേക്ക് ബില്ലടയ്ക്കുന്ന പരിപാടി ആയിരിക്കും എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താളി കേട്ടോ. കേട്ടോ വാഹനങ്ങളൊക്കെ പോകണം നോക്കണ്ട. ആ പോക്കൊക്കെ അത് ആ ബ്രിഡ്ജിൻ്റെ അതുവരെ പോകുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അത് കഴിഞ്ഞാൽ വാഗണിൻ്റെ റീച്ച് അങ്ങോട്ട് എത്തി. ആ റീച്ച് അവിടെ ഒരു പണിയൊന്നും ആയില്ല കേട്ടോ. പണി അറിഞ്ഞിട്ട് കുറേയൊക്കെ നടന്നിട്ടുണ്ട്. എന്നാലും സർവീസ് റോഡിലുള്ള അതികഠിനമായ യാത്രയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ സ്നേഹിതന്മാരെ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എവിടേക്കാണ് ലൈറ്റ് കത്തിയെന്നുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാട്ടോ, ആ ലൈറ്റിൻ്റെ ആ വെളിച്ചം കൊണ്ടാണ് വീഡിയോ കുറച്ചൊരു ക്ലിയർ കുറവ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇനി എവിടെ വരെ ഏതൊക്കെ ഭാഗത്ത് ലൈറ്റ് കത്തിയെന്നൊക്കെ കാണിച്ചു തരാം. എന്താ ഹരല്ലേ, അടിപൊളിയല്ലേ. അങ്ങനെ നമ്മുടെ കോരപ്പുഴ പാലം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലൊന്നും ലൈറ്റ് കത്തിയിട്ടില്ല കേട്ടോ. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ് കത്തിയിട്ടില്ല. പക്ഷേ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഇതുപോലെ രണ്ട് സൈഡും ലൈറ്റ് ഉണ്ടാവില്ല കേട്ടോ. രണ്ട് സെൻറ്റർ ഭാഗത്തെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ പുഴക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ മുകളിലൊക്കെ, അതായത് സർവീസ് റോഡ് ഇല്ലല്ലോ, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, സൈഡിലേക്ക് ഇതുപോലെ ലൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സെൻറ്റർ ഭാഗത്താണ് ലൈറ്റ് ഉണ്ടാകുക. ബൈപ്പാസിലൂടെ പോകുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി വേറെ തന്നെ ആയിരിക്കും കേട്ടോ. അത്രയും നല്ല വൃത്തിയിൽ എന്താ റോഡിലെ എന്നുള്ള, അങ്ങനെ ഏത് ഡ്രൈവർമാരും ഒന്ന് പെട്ടെന്ന് ആദ്യമായിട്ട് വരുന്നവരൊക്കെ അടിപൊളി റോഡ് എന്നൊക്കെ പറഞ്ഞു പോട്ടോ. അതുപോലെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മുടെ 6 ലൈനിൽ കോഴിക്കോട് ബൈപ്പാസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ആറുവരിപ്പാതയിലൂടെ എങ്ങനെ രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു രക്ഷയുമില്ല. വാഹനങ്ങളൊക്കെ പോകുന്നു, വളരെയധികം സ്പീഡിൽ തന്നെയാണ് എല്ലാവരും പോകുന്നത്. ഇതൊക്കെ മാക്സിമം സ്പീഡിനും അപ്പുറമാണോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ വളരെ കൺട്രോൾ ചെയ്തിട്ട് എല്ലാവരും യാത്ര ചെയ്തോളി. ഇപ്പം നമ്മൾ വൈറ്റ് ഹോട്ടലിൻ്റെ അടുത്തെത്തി, മലബാർ വൈറ്റ് ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി. നമ്മുടെ പുറക്കാട്ടിരി ബ്രിഡ്ജിൻ്റെ കോരപ്പുഴൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടുള്ള ഒരു ഏരിയ ആട്ടത്. ഇവിടെയൊക്കെ രണ്ട് സൈഡും ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിലൂടെ അധികം ആളുകളും ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. എന്നാലും യാത്ര ചെയ്യാത്തവരൊക്കെ ഒന്ന് വെറുതെങ്കിലും ഒന്ന് വണ്ടി എടുത്ത് ഇതിൽ കൂടെ കൊണ്ട് പോയി കളിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ രാത്രിയിലുള്ള. അപ്പോൾ നമ്മുടെ വലിയ വാഹനങ്ങളൊക്കെ ഈ സൈഡിൽ നിർത്തിയിട്ട് ഫസ്റ്റ് ട്രാക്കിൽ അങ്ങ് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ട്രാക്കിലൂടെ ഫസ്റ്റ് ട്രാക്കിലുള്ള വാഹനങ്ങൾ പോകുന്നു. അപ്പോൾ സെക്കൻഡ് ട്രാക്കിലുള്ള ആളുകൾ സ്പീഡ് ട്രാക്കിലേക്ക് കയറുന്നു. അപ്പോൾ മൊത്തത്തിൽ തെറ്റുന്നു. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ലോങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ എവിടെ നിന്ന് നിർത്തിയിടുക,
അവർക്ക് ദിവസങ്ങളോളം യാത്രകൾ ചെയ്തിങ്ങനെ വരുന്നവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ അതിനുള്ള ഒരു സ്ഥലമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മലപ്പുറം KNRCL റീച്ചിലോട്ട് കയറി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ പാടെ തന്നെ നമ്മുടെ കോഹിന്നൂർ ഭാഗത്ത് പാർക്കിങ്, അതൊക്കെ ഏറി വന്നാൽ ഒരു 50 വാഹനങ്ങൾ, അതിലപ്പുറത്തേക്കില്ല കേട്ടോ. ഇതൊന്നും പോരാ. പിന്നെ അവർ ടോളുകളൊക്കെ പാർക്കിങ്ങിനായിട്ട് വലിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തോ അതൊക്കെ അനുവദനീയമാണോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പൂളാടിക്കുന്ന് ബ്രിഡ്ജിൻ്റെ മുകളിലെത്തിയിട്ട് പൂളാടിക്കുന്ന് ബ്രിഡ്ജ് കയറുന്നതിന് മുമ്പേ തൊട്ടടുത്താണ് പുറക്കാട്ടിരി പാലമുള്ളത്. അതിൻ്റെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക്. ഒരു പാലം ആദ്യം ഉണ്ട്, പഴയ പാലത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ബ്രിഡ്ജിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ പൂളാടിക്കുന്ന് ബ്രിഡ്ജിലേക്ക് അങ്ങനെ കാണുന്ന കാഴ്ച എന്താ, വാട്ടേ പൂളാടിക്കുന്ന്, അടിപൊളി, എന്ത് രസമാണ് കാണാനറിയാം. ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച കേട്ടോ. അത് നമ്മുടെ കേരളത്തിൽ, ഗൾഫിലുള്ളവർക്കൊന്നും വേറെ ലെവൽ. പൂളാടിക്കുന്ന് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഓ, ഞാൻ ആർപ്പും വിളി ഉണ്ടാക്കിയിട്ട് എന്ത് സൗണ്ടൊക്കെ പോകും. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോന്ന് നമ്മുടെ അടുത്ത മാളിക്കടവ് ലക്ഷ്യമാക്കിയുള്ള യാത്രയിലും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് കത്തിയ അതിമനോഹരമായ കാഴ്ച. വീണ്ടും നിങ്ങൾക്ക് ഞാൻ മനോഹരം സുന്ദരം എന്നൊക്കെ പറഞ്ഞിട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഈ കാഴ്ച അനുഭവിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുകൂടാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ പോടെ ഈ രസലെ കാണാൻ നല്ല ഹരട്. എന്തായാലും ഞാൻ വെറുപ്പിക്കില്ല, കുറച്ച് മ്യൂസിക് ഇടാം. മ്യൂസിക് എവിടെയൊക്കെ എത്തി എന്നുള്ളത് ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മൾ മൊകവൂര് കഴിഞ്ഞ് മാളിക്കടവ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വന്ന കാഴ്ചകളെ കണ്ടില്ല, നിങ്ങൾ വന്ന ഏരിയ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റ് തെളിഞ്ഞു. അങ്ങനെ കോഴിക്കോട് ബൈപ്പാസ് 28 കിലോമീറ്റർ ഫുള്ള് അതിസുന്ദരമായി മനോഹരമായി വർക്ക് ഫൈനൽ ടച്ചപ്പ് സ്റ്റേജിലേക്ക് KMC കടന്നിരിക്കുകയാണ്. ചുരുക്കം ചില സർവീസ് റോഡുകളുടെ വർക്ക് നടക്കാനുണ്ട്. അത് കുറച്ചേ ഉള്ളൂ, അവർ വിചാരിച്ചാൽ പെട്ടെന്ന് തീർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മാളിക്കടവ് അണ്ടർപാസിൻ്റെ മുകളിലൂടെ യാത്ര തുടരുന്നു. ഇനി അടുത്തത് ലക്ഷ്യം വേങ്ങേരിയാണ്. വേങ്ങേരി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര. ഇവിടെയും 2 ഭാഗത്തും ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ലൈറ്റ് ഇല്ല കേട്ടോ. ഒരു ഭാഗത്ത് വേങ്ങേരി, യെസ്, വേങ്ങേരി നമ്മുടെ മാളിക്കടവ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഭാഗങ്ങൾ ലൈറ്റില്ല. 2 ഭാഗത്തും ലൈറ്റ് കത്തിയിട്ടില്ല. പക്ഷേ ലൈറ്റ് കത്താത്തതിൻ്റെ ക്യാമറയിൽ പ്രത്യേക ഒരു സ്റ്റൈലുണ്ടല്ലോ. യെസ്, അങ്ങനെ നമ്മൾ വേങ്ങേരിയിലേക്ക് എത്താൻ നേരത്തിലാ ഇവിടെയൊക്കെ 2 ഭാഗവും ലൈറ്റ് തെളിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിസുന്ദരമായ കാഴ്ച. വേങ്ങേരി ഓവർപാസിൻ്റെ മുകൾ ഭാഗം. പക്ഷേ ഓവർപാസിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോഴേക്കും ഒരു ഭാഗം ലൈറ്റേ ഉള്ളൂ, ഒരു ഭാഗത്ത് ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. അതൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരിക്കും. അതൊക്കെ പെട്ടെന്ന് ലൈറ്റ് തെളിയുന്നതായിരിക്കും കേട്ടോ. ഇനി ഇവിടെ അങ്ങോട്ട് മലാപ്പറമ്പ് വരെ കുറച്ച് ഭാഗം ലൈറ്റ് കത്തിയില്ല. പക്ഷേ മലാപ്പറമ്പ് ജംഗ്ഷൻ കത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലെത്തിട്ടോ. മലാപ്പറമ്പ് ജംഗ്ഷനായിരുന്നു, ഇപ്പം ജംഗ്ഷനൊന്നല്ല. ജംഗ്ഷനൊക്കെ മുകളിൽ കൂടി ഓവർപാസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ജംഗ്ഷനൊന്നും ഇനി നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ തെളിഞ്ഞു, എന്ത് രസമാട്ടോ. മലാപ്പറമ്പ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സ്ഥലമാട്ടോ മലാപ്പറമ്പ് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മലാപ്പറമ്പ് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ. പിന്നെ അതുകൂടാതെ 2 ഹൈവേകൾ സംഗമിക്കുന്ന ഒരു ഏരിയയാണ് NH66 അതുപോലെ NH766. അപ്പം ഇവിടെ ഓവർപാസിൻ്റെ അടിയിൽ വരെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് അടിയിൽ വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ഹരട്ടുണ്ട് കാണാൻ. എങ്ങനെ ഇവിടെ വർക്ക് തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ ക്യാംസി സിമ്പിളായിട്ട് വർക്ക് ഇവിടെ പൊളി തുടങ്ങി 5 മാസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ വർക്ക് ഫിനിഷ് ചെയ്തെന്നുള്ള കേട്ടോ ഇവിടുത്തെ അതിൻ്റെ ഒരു പ്രധാന കാര്യം. അതാണ് ഇവിടുത്തെ വളരെയധികമുള്ള പ്രത്യേകത. ഈ ഭാഗത്തേക്കും ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്, ഈ ഭാഗത്തും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വാഹനങ്ങൾ സുരസുരാ വരുന്നുണ്ട്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ എന്തായാലും ഏത് സമയത്തും ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രാക്കുകളൊക്കെ പാലിച്ച് ഡ്രൈവർമാർ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ലോറിക്കാരെ എപ്പോഴത്തെ ട്രാക്കിലേക്ക് കയറൂ, ആ ട്രാക്ക് പിടിക്കില്ലേ. കണ്ട കാർ ഇതിലൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെ വളരെ അപകടം. ഇടത്ത് സൈഡിൽ കൂടി ഒന്ന് ഓവർടേക്ക് ചെയ്യില്ലേ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ. അതൊക്കെ ലോറിക്കാരൻ ചെയ്ത ഒരു പ്രശ്നം കൊണ്ടാട്ടോ. ഇതാണ് ശരിയായ വഴി. ഫസ്റ്റ് ട്രാക്ക് കൂടിയാണ് വലിയ വാഹനങ്ങൾ പോകേണ്ടത്. സെക്കൻഡ് ട്രാക്ക് വരൻ്റെ നടുക്ക് കൂടിയാണ് പോകുന്നത്. സാറില്ല, അതൊക്കെ ചില ഏരിയകളൊക്കെ അങ്ങനെ സംഭവിക്കും, കുഴപ്പമില്ല. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ ലൈറ്റ് തെളിഞ്ഞതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി. ആ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താളിട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.